രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ ക്രൈസ്തവർ കടുത്ത പീഡനങ്ങൾക്കിരയാകുന്നുണ്ടെന്ന് ശരിവയ്ക്കുന്ന കണക്കുകൾ പുറത്ത്. 3 വർഷങ്ങൾക്ക് മുൻപ് മതപരിവർത്തന വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 400ഓളം ക്രൈസ്തവരെയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നീതി നിഷേധം ഇവിടെ തുടർക്കഥയാണ്. അലഹബാദ് രൂപതയുടെ സോഷ്യൽ വർക്ക് ഡയറക്ടറായ ഫാദർ ബാബു ഫ്രാൻസിസ് ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം പേർ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നും റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നു. ജിഹാദിസ്റ്റ് ശക്തികളാൽ ക്രിസ്ത്യാനികൾ വളരെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നൈജീരിയയിൽ മതയുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. ക്രൈസ്തവരെ കൊലപ്പെടുത്താൻ നൈജീരിയൻ ഗവൺമെന്റ് വിവിധ തലങ്ങളിൽ പങ്കാളികളാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. 2008 സ്ഥാപിതമായ ഒരു ജനാധിപത്യ മനുഷ്യാവകാശ സംഘടനയായ ഇന്റർ സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് ജനുവരി മുതൽ നൈജീരിയയിൽ കുറഞ്ഞത് 500 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷത്തിനിടെ 52,250 നൈജീരിയൻ ക്രിസ്ത്യാനികളെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സർക്കാർ രക്തച്ചൊരിച്ചിലിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഇന്റർ സൊസൈറ്റി ഡയറക്ടർ എമേഖ ഉമേഘ ബാലസിപ്പ് ആരോപിച്ചു. നൈജീരിയയിൽ കത്തോലിക്ക വൈദികനെ തട്ടിക്കൊണ്ടുപോകുന്നത് തുടർക്കഥ. ഇമോ സ്റ്റേറ്റിലെ ഐസിയാല എംപാനോ പ്രാദേശിക ഏരിയയിലെ ഒസുവേർ ഓട്ടോണമസ് കമ്മ്യൂണിറ്റിയിലെ സെന്റ് മൈക്കൽ ചർച്ച് ഓഫ് ഉമുഖബിയിലെ ഇടവക വികാരിയായ ഫാദർ കിങ്സ്ലി ഈസയെയാണ് സായുധധാരികൾ ഏറ്റവും ഒടുവിലായി തട്ടിക്കൊണ്ടുപോയത്. വാഹനവുമായി ടൗണിലെത്തിയ വൈദികനെ അപ്രതീക്ഷിതമായായിരുന്നു തോക്കുധാരികൾ ആക്രമിക്കുന്നത്. കൊള്ളക്കാർ ആദ്യം വഴിയോര കച്ചവടക്കാരെ കൊള്ളയടിച്ചുവെന്നും പിന്നീട് വഴിയാത്രക്കാരനെ പരിക്കേൽപ്പിച്ചതിന് ശേഷമാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രശസ്ത ചിത്രമായ സാലുസ് പോപ്പുലി റൊമാനിക്ക് മുൻപിൽ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ 8-ാം തീയതി ഫ്രാൻസിസ് പാപ്പ സ്വർണ്ണ നിറത്തിലുള്ള റോസാപ്പൂ സമർപ്പിക്കും. സകലവിധ അനുഗ്രഹങ്ങളുടെയും പ്രതീകമായ റോമിലെ സാന്താ മരിയ മജോറ ബസിലിക്കയിൽ നേരിട്ടെത്തിയാണ് പാപ്പ തന്റെ മരിയഭക്തി പ്രകടമാക്കുക. സ്വർണ്ണ റോസാപ്പൂ പുരാതനമായ പാരമ്പര്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. ഇത് പാപ്പയുടെ അപ്പസ്തോലിക ആശീർവാദത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. സ്വർണ്ണ റോസാപ്പൂ സമർപ്പിക്കുന്ന ഈ ചടങ്ങ് 400 വർഷങ്ങൾക്ക് ശേഷമാണ് 2023 ഡിസംബർ 8-ന് വീണ്ടും നടക്കുന്നത്. 1551 ജൂലിയസ് 3-ാമൻ പാപ്പയാണ് ആദ്യമായി സ്വർണ്ണ റോസാപ്പൂ സമർപ്പിച്ചത്. ജീവസമൃദ്ധി പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 100ാമത്തെ കുടുംബത്തിന് പാലാ രൂപത ആസ്ഥാനത്ത് വെച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും ചേർന്ന് പ്രോത്സാഹനമായി 10,000 രൂപ കൈമാറി. സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന കൂടുതൽ മക്കളുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളെ സഹായിക്കാൻ പാലാ രൂപതയിലെ അൽമായരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പദ്ധതിയാണ് ജീവസമൃദ്ധി. ഒരു കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയുടെ മുതൽ ജനനത്തോടനുബന്ധിച്ച് പ്രോത്സാഹനമായി 10,000 രൂപ നൽകുന്നതാണ് പദ്ധതി. ദൈവം നൽകുന്ന ജീവൻ പരിപോഷിപ്പിക്കപ്പെടുന്നതിനും വലിയ കുടുംബങ്ങൾ ഉണ്ടാകുന്നതിനും ജീവസമൃദ്ധി പദ്ധതി കാരണമാകട്ടെയെന്നും കർദിനാൾ ആലഞ്ചേരി ആശംസിച്ചു. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മോചനത്തിന് വിദ്യാഭ്യാസത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന് കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അലക്സ് വടക്കുംതല. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കോട്ടപ്പുറം രൂപതാ സമിതി നടത്തിയ സാമുദായിക ദിനാചരണവും 31ാമത് മെറിറ്റ് അവാർഡ് സമ്മേളനവും പള്ളിപ്പുറം മഞ്ഞുമാത ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന വിജ്ഞാനം കുടുംബത്തിന്റെയും സമുദായത്തിന്റെയും ഉന്നമനത്തിനായി ഉപയോഗിക്കാൻ യുവതലമുറ തയ്യാറാകണമെന്ന് ഡോക്ടർ അലക്സ് വടക്കുംതല കൂട്ടിച്ചേർത്തു. കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.